ഞാൻ പറയാൻ പോകുന്ന ഈ 2 വാക്കുകൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ഇത് നിങ്ങളുടെ ലാപ്ടോപ്പിന് മുകളിലോ ചുവരിൽ എവിടെയെങ്കിലുമോ വാഹനത്തിൽ എവിടെയെങ്കിലുമോ നിങ്ങൾ എപ്പോഴും കാണുന്നയിടത്ത് പതിപ്പിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരം ഉണ്ടാകും. ദൈവം അപകടകാരിയാണ്. പക്ഷെ നാം ചോദിക്കും, ദൈവം സ്നേഹമല്ലേ? അതെ, ദൈവം സ്നേഹമാണ്, കരുണയും കൃപയും നിറഞ്ഞവൻ തന്നെ. ഇതേ സമയം ദൈവത്തെ നാം ഭയപ്പെടേണ്ടതുമാണ്. നാം ദൈവത്തെ ഭയപ്പെടാതെ ഇരുന്നാൽ അതിന് ഭവിഷ്യത്തുണ്ട് നിശ്ചയം. അവിവേകവും പരിഹാസവും എന്ന പാപത്തിൽ നിന്നും താങ്കൾ അനുതപിക്കണമെങ്കിൽ എലീശയെ പരിഹസിച്ച ബാലന്മാരെ നാം ഓർമ്മിക്കണം. ദൈവം എന്താണ് ചെയ്തത്? അവരെ കീറിക്കളയുവാൻ കരടികളെ അയച്ചു. ദ്രവ്യാഗ്രഹം എന്ന പാപത്തിൽ നിന്നും താങ്കൾ അനുതപിക്കണമെങ്കിൽ അനന്യാസിനെയും സഫീറയെയും നാം ഓർമ്മിക്കണം. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചതെന്ത്? അങ്ങനെ തന്നെ അവർ പ്രാണനെ വിട്ടു. ശുദ്ധിയില്ലാത്ത കണ്ണുകളുള്ള താങ്കൾ അനുതപിക്കണമെങ്കിൽ ശിംശോൻ എന്ന മനുഷ്യനെ ഓർക്കുക. ഫെലിസ്ത്യ സ്ത്രീകളെ മോഹിച്ച് വശീകരിച്ച ശിംശോൻ. ദൈവം എന്താണ് ചെയ്തത്? ഫെലിസ്ത്യർ തന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. അഹംഭാവവും നിഗളവും എന്ന പാപത്തിൽ നിന്നും താങ്കൾ അനുതപിക്കണമെങ്കിൽ നെബുക്കദ്നേസർ എന്ന മനുഷ്യനെ ഓർക്കുക. ഇത് ഞാൻ എന്റെ ധനമാഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബേലല്ലയോ എന്ന് അഹങ്കരിച്ച നെബുക്കദ്നേസർ. അതേ ദിവസം തന്നെ തന്റെ രാജ്യത്വവും സകല അധികാരവും പ്രൗഢിയും എടുത്തു മാറ്റപ്പെട്ട് കാട്ടിലെ മൃഗങ്ങളോടുകൂടെ വസിക്കേണ്ടി വന്നു. നഷ്ടപ്പെടുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ദാഹം നഷ്ടപ്പെട്ടു എന്ന പാപത്തിൽ നിന്നും താങ്കൾ അനുതപിക്കണമെങ്കിൽ യോന എന്ന മനുഷ്യനെ ഓർക്കുക. സുവിശേഷം പറയുവാൻ കൂട്ടാക്കാതെ ഓടി ഒളിച്ച യോന. ദൈവം എന്താണ് ചെയ്തത്? തന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുവാൻ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റിനെയും തിമിംഗലത്തെയും അയച്ചു. പ്രിയരെ, ഇത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. മേലുദ്ധരിച്ച വ്യക്തികളും നാമുമായി ഒരു വ്യത്യാസവുമില്ല. നാം പറയും, അതൊക്കെ പഴയ കാലത്തല്ലേ? ഇല്ല, ഒരു വ്യത്യാസവുമില്ല. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. താങ്കൾ ശീതോഷ്ണവാനായ ഒരു ക്രിസ്ത്യാനിയെങ്കിൽ, ക്രിസ്തുവിനോടുള്ള ആദ്യ സ്നേഹം വിട്ടുപോയ ഒരുവനെങ്കിൽ, മനസ്സ് തണുത്തു മരവിച്ചവനെങ്കിൽ, ദൈവത്തിന് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും ഉദാത്തമായ ഒരു കാര്യം നിന്നെ നിലത്തടിച്ച് മുട്ടിന്മേൽ നിന്നെ കൊണ്ടുവരിക എന്നാണ്. അങ്ങനെ നിന്നെ പ്രാർത്ഥനാ മനുഷ്യനായി മടക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനാൽ ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ദൈവം അപകടകാരിയാണ്. നാം ഇത് ഓർത്ത് ഭയത്തോടും വിറയലോടും ദൈവം അർഹിക്കുന്ന ബഹുമാനത്തോടെയും ദൈവത്തെ സേവിക്കുക. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹവും നിങ്ങളെ ചിന്തിപ്പിക്കുകയും ചെയ്തെങ്കിൽ ഇത് അനേകരിലേക്ക് എത്തിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.